നമസ്കാരം. ഇന്നലെ ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ 100ാമത്തെ ജന്മദിനാഘോഷമായിരുന്നു. ഇത് ഞങ്ങളുടെ വീട്ടിലെ പൂജാമുറിയാണ് കേട്ടോ. ഹസ്ബൻഡിൻ്റെ വീട്ടിലെ പൂജാമുറിയാണ്. അമ്മയാണ് ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത് ഇവിടെയെല്ലാം. അപ്പോൾ ഇന്നലെ ഭഗവാന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് അമ്മ പൂവെല്ലാം വാങ്ങിച്ചു, കെട്ടിയിട്ട് ഭഗവാനെ ചാർത്തി. അതിനുശേഷം പ്രസാദമെല്ലാം വെച്ചു. പരിപ്പ് വട, ഉഴുന്നുവട, വാഴയ്ക്കപ്പം, കേസരി, ഗോതമ്പ് പായസം, തെരളി, പിന്നെ കിച്ചടി, മുട്ടായി, അത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച സ്വീറ്റ്സാണ്. പിന്നെ ചുണ്ടൽ, ഇതെല്ലാം നമ്മൾ ഭഗവാന് സമർപ്പിച്ചു. അതിനുശേഷം ഞങ്ങൾ അവിടെ ഇരുന്ന് ഭജനയൊക്കെ പാടി. ഇത് ഞങ്ങളുടെ ഇവിടെയുള്ള ഒരു ചെറിയൊരു കൃഷ്ണനാണ്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കൃഷ്ണനാണ്. ഈ വിഷുവിൻ്റെ സമയത്ത് ഞങ്ങൾ കൃഷ്ണനെയൊക്കെ അലങ്കരിച്ച് നല്ല രീതിയിൽ ഒരുക്കി അമ്മ നിർത്താറുണ്ട്. പിന്നെ അതിന് ശേഷം ഞങ്ങൾ പ്രസാദമെല്ലാം കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങി. പിന്നെ അതിന് ശേഷം രാവിലെ ആയിരുന്നു ഞങ്ങളുടെ വീട്ടിൽ പ്രസാദമൊക്കെ വെച്ചത് കേട്ടോ. ഞങ്ങളുടെ വീട്ടിലൊരു കുഞ്ഞു രീതിയിലാണ് വെച്ചത്. കാരണം വൈകുന്നേരം എല്ലാവരും കൂടെ ഒത്തുകൂടണം എന്നുള്ളത് കൊണ്ട്, ഭജന എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് പാടണം എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ അവിടെയാണ് പോയത്. ഇതാണ് ഞങ്ങളുടെ വീട്ടിലെ പൂജാമുറി. ചെറിയ രീതിയിൽ ഞങ്ങളൊരു വിളക്കൊക്കെ കത്തിച്ചു, സ്വീറ്റ്സ് വെച്ചു, ഫ്രൂട്ട്സൊക്കെ വെച്ചു ഭഗവാന്. പിന്നെ ഞാൻ കുറച്ച് പരിപ്പ് വട ഉണ്ടാക്കി, കുറച്ച് ഗോതമ്പ് പായസം ഉണ്ടാക്കി ഭഗവാന് വെച്ചിട്ടാണ് രാവിലെ ഇതെല്ലാം നിവേദിച്ചിട്ട് ഒരു ചെറിയൊരു ഭജൻ 1-2 പാട്ടൊക്കെ പാടി ഭഗവാന്റെ അടുത്തിരുന്ന് പാടി, മക്കളുടെ കൂടെ ഇരുന്ന് ഭജനം പാടി ആരതിയൊക്കെ കാണിച്ചാണ് ഞങ്ങൾ അവിടുന്ന് പിന്നെ അമ്മയുടെ അടുത്തോട്ട് പോയത്. ഇതിൽ എൻ്റെ മോനും കൂടെ ഭജനായിട്ട് വന്നിരുന്നു എന്നുള്ളതാണ് ഒരു സന്തോഷം. സാധാരണ രീതിയിൽ അങ്ങനെ ഇരിക്കാറില്ല, പക്ഷേ ഇതിൽ എൻ്റെ മോനും വന്നിരുന്നു. ഭജനൊക്കെ കേട്ടു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു, ആരതിയും നടത്തി ഞങ്ങൾ പിന്നെ ഇവിടുന്ന് ഞങ്ങൾ അമ്മയുടെ അടുത്തേക്ക് പോയി. അപ്പം എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു. ഓം ശ്രീ സത്യസായി പരബ്രഹ്മണേ നമഃ. ഓം ശാന്തി ശാന്തി ശാന്തി. സമസ്ത ലോകാ സുഖിനോ ഭവന്തു, സമസ്ത ലോകാ സുഖിനോ ഭവന്തു, സമസ്ത ലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി.